മികച്ച ഗാനരചയിതാവ് മുരുകൻ കാട്ടാക്കട, ചിത്രം രതി നിർവേദം, ഗാനം ചെമ്പകപ്പൂങ്കാട്ടിലെ അടിച്ചു പോകുന്നുണ്ട്. ഞാനിങ്ങനെ പെരുത്തിരിക്കുകയാണ്, ഇപ്പോൾ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട്. സിനിമയുടെ പിന്നെ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അണ്ണൻ്റെ ഈ രതി നിർവേദം എന്ന സിനിമയിലെ ചെമ്പകപ്പൂങ്കാട്ടിലെ എന്ന പാട്ടിന് നല്ല മികച്ച ഗാനരചയിതാവിനുള്ള ഇത് എൻട്രി വന്നിരിക്കുന്നതായിട്ട് ഞങ്ങൾക്കൊരു ഇത് കിട്ടി. ഇപ്പം പറയണ്ട, ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. നാളെ 1 മണിക്കാണ് എന്താണ് ഇത് വരുന്നത്. അപ്പോൾ പിന്നെ എന്ത് വേണം മാറ്റം. പക്ഷെ ഇപ്പം അങ്ങയുടെ ഇതാണ് എന്നുള്ളത് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടെ ഇരുന്ന് ഞാൻ സ്കൂളിലൊന്നും പോയില്ല. അടുത്ത ദിവസം ഞാൻ വീട്ടിൽ വൈഫിനോടൊന്നും ഇത് പറഞ്ഞില്ല, കാരണം നമുക്കറിയില്ലല്ലോ എന്ത് സംഭവിക്കുന്നേ. അപ്പം ഞാനിങ്ങനെ ലീവ് എടുത്തിരുന്ന് ഇങ്ങനെ ഏഷ്യാനെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്ക്രോൾ വരുന്നുണ്ട്, സാധ്യത ഇതിൽ ഓരോന്നിൻ്റെയും കാര്യം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കാണുന്നു മികച്ച ഗാനരചയിതാവ് മുരുകൻ കാട്ടാക്കട, ചിത്രം രതി നിർവേദം, ഗാനം ചെമ്പകപ്പൂങ്കാട്ടിലെ അടിച്ചു പോകുന്നുണ്ട്. ഞാനിങ്ങനെ പെരുത്തിരിക്കുകയാണ്, ഇപ്പോൾ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ 1 മണിയായപ്പോൾ പത്രസമ്മേളനം. അന്നത്തെ മന്ത്രി പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ വാർത്തയിൽ പറയും, ബാക്കിയൊക്കെ ഇങ്ങനെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ സ്ക്രോളിങ്ങിൽ നോക്കുമ്പോൾ മികച്ച ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി, ചിത്രം രതി നിർവേദം, ഗാനം എന്താ ചെമ്പകപ്പൂങ്കാട്ടിൽ എന്നിങ്ങനെ എഴുതി പൊക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ശ്രീകുമാരൻ തമ്പിയേട്ടനെ വിളിച്ചു. അപ്പോൾ മുരുക, ഇവരെന്താ എനിക്ക് ഏത് പാട്ടിനാണ് തന്നത്? ഞാൻ ഒരു 20 പാട്ട് മുരുകനെ ഞാൻ അയച്ചു തരാം, എനിക്ക് സംസ്ഥാന അവാർഡ് തരണമെന്ന്. ഇത് ഞാൻ ഏതോ ഒരു പാട്ടിന് എന്താ ഒരു പടത്തിന് വേണ്ടി എഴുതിയ ഞാൻ തന്നെ ഓർമ്മയില്ലാത്ത ഒരു പാട്ടാണ് ഇവർ എന്താ പറയുന്നു എന്ന്. മുരുകൻ നല്ല ഗാനം രചിച്ചതാണ് കേട്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ അദ്ദേഹം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പെട്ടെന്ന് വിളിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു ആണോ. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു മുരുകൻ. അപ്പം ഞാൻ പറയുന്നത് അതിനകത്ത് പിന്നെ അതിനകത്ത് പലതരത്തിലുള്ള രാഷ്ട്രീയ അതിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ കാലത്ത്. അതിന് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഉണ്ടായ ഒരു കാര്യമാണ്. ആ സമയത്ത് സാധാരണ സിനിമ മേഖലയിൽ നിന്നുള്ള ആരും സാധാരണ രീതിയിൽ ഇലക്ഷൻ പ്രചരണത്തിനൊന്നും, സിനിമയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കും ഇലക്ഷൻ പ്രചരണത്തിനാകെ എന്തൊക്കെ. എന്തായാലും അതിനെക്കുറിച്ചൊന്നും പലതരത്തിലുള്ള വർത്തമാനം ഞാൻ പിന്നെ കേട്ടി, എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അവസരം ഉണ്ടായി നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവം കൂടെ ഉള്ള ഒരു പാട്ടാണത്. ആ പടത്തിൽ തന്നെ 2 അവാർഡ് കിട്ടി ഞാൻ എഴുതിയ പാട്ടിന്. ഒന്ന് ഈ ചെമ്പകപ്പൂങ്കാട്ടിൽ എന്നതിന് ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് കിട്ടി. അതേ പടത്തിൽ ശ്രേയ ഘോഷൽ പാടിയ കണ്ണോരം ചിങ്കാരം ആ പാട്ടിന് അങ്ങനെ 2 അവാർഡിന് കിട്ടി. അത് സാരമില്ല. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ എനിക്കൊരു ബന്ധമുണ്ട്. മലയാളി മനസ്സിന്റെ ദൃശ്യോത്സവം.